നമസ്കാരം. റാഫ് ടോക്ക് പോഡ്കാസ്റ്റിലേക്ക് അവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കുറച്ച് ഫുട്ബോൾ ഫാക്ട്സ് നോക്കുകയാണ്. അത് കേട്ടാൽ ഫേക്കാണ് എന്ന് തോന്നും, പക്ഷേ അത് ആബ്സല്യൂട്ട്ലി ട്രൂ ആണ്. സത്യസന്ധമായ കാര്യങ്ങളാണിത്, പക്ഷേ കേൾക്കുമ്പോൾ ഫേക്കല്ലേ എന്ന് തോന്നിപ്പോകുന്ന കുറച്ച് ഫുട്ബോൾ ഫാക്ട്സ്. ഒരു ടീം വേൾഡ് കപ്പ് എടുത്തപ്പോൾ ആ വേൾഡ് കപ്പ് ടൂർണമെൻറ്റിലുടനീളം അവരാകെ അടിച്ചത് 8 ഗോളുകളാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? എന്നാൽ അങ്ങനെ ഒരു ടീം വേൾഡ് കപ്പ് എടുത്തിട്ടുണ്ട്. ഈ അടുത്ത കാലത്ത് തന്നെയാണത്. 1950 60 70 അല്ല, 2010 വേൾഡ് കപ്പ് നേടിയത് സ്പെയിനായിരുന്നല്ലോ. സ്പെയിന് ആ എൻ്റെ ടൂർണമെൻറ്റിൽ ആകെ അടിച്ചത് 8 ഗോളുകളാണ്. കേട്ടാൽ ഫേക്കാണെന്ന് തോന്നും, പക്ഷേ ഇതൊരു യാഥാർത്ഥ്യമാണ്. നമ്പർ 2, ഗ്യാരി ലിനേക്കർ. നിങ്ങൾക്കറിയാലോ ഗ്യാരി ലിനേക്കർ ആരാണെന്ന്. ഇംഗ്ലീഷ് ഇതിഹാസം, ഗോളടി വീരൻ ഗ്യാരി ലിനേക്കർ. വേൾഡ് കപ്പിൽ അടക്കം ടോപ്പ് സ്കോററൊക്കെ ആയിട്ടുള്ള അതേ ഗ്യാരി ലിനേക്കർ. അദ്ദേഹത്തിൻ്റെ എൻ്റയർ കരിയറിൽ ഒരിക്കൽ പോലും റെഡ് കാർഡ് വാങ്ങിയിട്ടില്ല. ഓക്കെ, അങ്ങനെയുള്ള താരങ്ങളുണ്ട്, പക്ഷേ ഒരിക്കൽ പോലും യെല്ലോ കാർഡും വാങ്ങിയിട്ടില്ല. തള്ളല്ല, സത്യമാണ്. ഗ്യാരി ലിനേക്കർ നെവർ റിസീവ്ഡ് എ സിംഗിൾ യെല്ലോ കാർഡ് ഓർ റെഡ് കാർഡ് ഇൻ ഹിസ് എൻ്റയർ കരിയർ. അങ്ങനെ കളിക്കുക എന്നുള്ളത് ഒട്ടും എളുപ്പമുള്ള കാര്യമല്ല, പക്ഷേ കേട്ടാൽ ഫേക്കാണെന്ന് തോന്നുന്ന ഇക്കാര്യവും സത്യമാണ്. ഇനി ഫിലിപ്പ് ലാം. നിങ്ങൾക്കറിയാമല്ലോ, ഫിലിപ്പ് ലാം ജർമ്മനിയുടെ ഇതിഹാസ താരങ്ങളിൽ ഒരാൾ. അദ്ദേഹം ഡിഫൻഡറാണ്. ആ ഫിലിപ്പ് ലാം 13 മാസക്കാലം ഒരൊറ്റ ഫൗള് പോലും ചെയ്യാതെ കളിച്ചു. ഒരു ഡിഫൻഡറെ 13 മാസക്കാലം, ഒരു കൊല്ലത്തിലധികം ഒരു ഫൗള് പോലും ചെയ്യാതെ കളിച്ചു. ഇതൊക്കെ കേട്ടാൽ വെറും തള്ളും തോന്നുന്ന സംഭവമായിരിക്കും, പക്ഷേ അതും സംഭവിച്ചതാണ്, യാഥാർത്ഥ്യമാണ്. ഫിലിപ്പ് ലാം വൺസ് വെന്റ് 13 months വിത്തൗട്ട് കമ്മിറ്റിംഗ് എ സിംഗിൾ ഫൗൾ. അടുത്ത് നോക്കണം, പാട്രിസ് എവറയെ അറിയാലോ. പാട്രിസ് എവറ ഫ്രാൻസിൻ്റെ താരം, മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ ഒക്കെ താരമായിരുന്ന അദ്ദേഹം മാത്രമാണ് 3 UCL ഫൈനലുകൾ ഒരേ ടീമിനോട് പൊട്ടിയിട്ടുള്ളത്. 3 UEFA ചാമ്പ്യൻസ് ലീഗ് ഫൈനലുകൾ ഒരേ എതിരാളിയോട് പൊട്ടി. ആരാന്നറിയാമോ ഒരേ എതിരാളി? ഒരൊറ്റ ഓപ്പണൻ്റ്, അത് FC ബാഴ്സലോണയാണ്. ബാഴ്സലോണയോട് 3 UCL ഫൈനലുകളിൽ തോറ്റു. അങ്ങനെ ഒരേ എതിരാളിയോട് 3 തവണ UCL ഫൈനൽ തോറ്റൊരു കളിക്കാരനുണ്ട്, അത് പാട്രിസ് എവ്രയാണ്. ഇനി നോക്കുക, R9 ക്വാളിറ്റി വീരനാണല്ലോ, ബ്രസീലിയൻ ഇതിഹാസം R9 എവിടെ കിടക്കുന്നു? ടിമോ വെർണർ എവിടെ കിടക്കുന്നു? പക്ഷേ സത്യമാണ്, R9 കൂടുതൽ UEFA ചാമ്പ്യൻസ് ലീഗ് ഗോളുകൾ ടിമോ വെർണർക്കുണ്ട്. R9 എൻ്റെ കരിയർ എടുത്താൽ അദ്ദേഹം തിളങ്ങാതെ പോയൊരു ടൂർണമെൻറ്റാണ് UEFA ചാമ്പ്യൻസ് ലീഗ്. അതുകൊണ്ട് തന്നെ UCL R9 അടിച്ച ഗോളിനേക്കാൾ കൂടുതൽ ടിമോ വെർണർക്ക് ഗോളുകളുണ്ട്. ഇത് നോക്കുക, ഒരു ഘട്ടത്തിൽ യൂറോ കപ്പിന് ക്വാളിഫിക്കേഷൻ പോലും നേടാത്തൊരു ടീം കിരീടം ചൂടി, യൂറോ കപ്പിൽ കിരീടം ചൂടി, യൂറോസിൽ കിരീടം ചൂടി. ഡെൻമാർക്ക് അത്തരത്തിലൊരു കിരീടം ചൂടിയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ അത് തള്ളല്ല, യാഥാർത്ഥ്യമാണ്. ഇനി കോപ്പ ഡെൽ റേയുടെ ഫൈനൽ, റയൽ മാഡ്രിഡ് ഫൈനൽ കളിക്കുന്നു. ഫൈനലാണ്, വെറുതെ ഫ്രണ്ട്ലി അല്ല. കോപ്പ ഡെൽ റേയുടെ ഫൈനൽ, എതിരാളി ആരാന്നറിയോ? റയൽ മാഡ്രിഡിൻ്റെ റിസർവ് ടീമാണ്. ഫൈനലിൽ സ്വന്തം റിസർവ് ടീമിനെ തോൽപ്പിച്ച് കിരീടം ചൂടിയിട്ടുണ്ട് റയൽ മാഡ്രിഡ്. അന്നത്തെ ടൂർണമെൻറ്റ് സ്ട്രക്ചർ അങ്ങനെയാണ്. ഇപ്പോൾ ഫൈനലിൽ വന്നത് റയൽ മാഡ്രിഡും അവരുടെ റിസർവ് ടീമും. 1980 കോപ്പ ഡെൽ റേ ഫൈനലിൽ 6-1 റയൽ മാഡ്രിഡ് ടീം സ്വന്തം റിസർവ് ടീമിനെ പരാജയപ്പെടുത്തിക്കൊണ്ട് കിരീടം ചൂടി. ഇന്നത്തെ കോപ്പ ഡെൽ റേ ഒക്കെ കാണുമ്പോൾ അല്ലേ, പലരും ചോദിക്കും ഇതൊക്കെ വെറും തള്ളല്ലേന്ന്. പക്ഷെ തള്ളല്ല, അതൊരു യാഥാർത്ഥ്യമാണ്. ഇനി മറ്റൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം, ക്രിസ്ത്യാനോ റൊണാൾഡോയുടെയും ലയണൽ മെസ്സിയുടെയും ജന്മദിനങ്ങൾ എടുത്തു നോക്കിയാൽ അവർ തമ്മിൽ പരസ്പരം 869 ദിവസത്തിൻ്റെ വ്യത്യാസമുണ്ട്. CR7 869 ദിവസം ചെറുപ്പമാണ് ലയണൽ മെസ്സിക്ക്. അതുപോലെ അവരുടെ മക്കളുടെ ജന്മദിനങ്ങൾ തമ്മിലും, മൂത്ത മക്കളുടെ ജന്മദിനങ്ങൾ തമ്മിലും ഇതേ വ്യത്യാസമാണ്. അതെങ്ങനെ സംഭവിക്കുന്നു? അതായത് ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ എൽഡസ്റ്റ് സൺ, ദാറ്റ് ഈസ് ക്രിസ്ത്യാനോ ജൂനിയർ. ലയണൽ മെസ്സിയുടെ എൽഡസ്റ്റ് സൺ, ദാറ്റ് ഈസ് ദിയാഗോ.
സോ തിയാഗോ അവർ രണ്ടുപേരും തമ്മിലുള്ള ജന്മദിനത്തിൻ്റെ വ്യത്യാസം എക്സാക്ട്ലി 869 ദിവസമാണ് അവരുടെ അച്ഛന്മാരെ പോലെ എന്നുള്ളതാണ്, അവരുടെ പിതാക്കന്മാരെ പോലെ. ഇനി ഒരു കാര്യം കൂടി, ഒരിക്കൽ പോലും ഒരു ഇംഗ്ലണ്ടുകാരനായിട്ടുള്ള മാനേജറും ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ മുത്തമിട്ടിട്ടില്ല. സർ അലക്സ് ഫെർഗൂസൻ ഇംഗ്ലണ്ടുകാരനല്ല. അതായിരിക്കും പലരും എടുത്ത് കാണിക്കാൻ പോകുന്നത്. സ്കോട്ട്ലൻഡുകാരനായിട്ടുള്ള സർ അലക്സ് ഫെർഗൂസൻ്റെ കീഴിലാണ് പലവട്ടം മാഞ്ചസ്റ്റർ യുണൈറ്റഡ് കിരീടം ചൂട്ടിയത്. പക്ഷേ ഒരൊറ്റ ഇംഗ്ലണ്ടുകാരനായിട്ടുള്ള മാനേജറും ഇതുവരെ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ മുത്തമിട്ടിട്ടില്ല എന്ന കാര്യം നോക്കണം. പിന്നെ മാരിയോ ബലോട്ടലി ഒരു കാലത്ത് മാഞ്ചസ്റ്റർ സിറ്റിയിലൊക്കെ തിളങ്ങി നിന്ന താരമാണ്. പിന്നീട് പല വഴിക്ക് ആയി. അദ്ദേഹത്തിൻ്റെ പ്രതിഭക്കൊത്ത രൂപത്തിൽ കരിയർ മുന്നോട്ട് കൊണ്ടുപോയോ എന്നൊരു ചോദ്യമാണ്. പക്ഷേ മാരിയോ ബലോട്ടലി ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ ആകെ ഒരേ ഒരു അസിസ്റ്റേ കൊടുത്തിട്ടുള്ളൂ. എന്നിട്ടാ ആ അസിസ്റ്റ് ഏതാണെന്നറിയോ? മാഞ്ചസ്റ്റർ സിറ്റിക്ക് വേണ്ടി കളിക്കും, പ്രീമിയർ ലീഗിലല്ല, സിറ്റി കരിയറിൽ ഒറ്റ അസിസ്റ്റേ കൊടുത്തിട്ടുള്ളൂ. ആ അസിസ്റ്റ് ഏതാണെന്നറിയോ? അത് 2012 സെർജിയോ അഗ്യൂറോയുടെ ഫേമസ് ടൈറ്റിൽ വിന്നിങ് ഗോളിലെ ആ ഗോളിൻ്റെ അസിസ്റ്റായിരുന്നു. അപ്പോൾ തീർച്ചയായിട്ടും ഇത് ഈ ഫാക്റ്റുകൾ നമ്മൾ ഒറ്റയടിക്ക് കേട്ടാൽ പച്ചക്കള്ളമാണ്, തള്ളാണെന്ന് തോന്നിപ്പോവും. പക്ഷേ ഇത് യാഥാർത്ഥ്യമാണ്, തള്ളല്ല, യാഥാർത്ഥ്യമാണ്. വീഡിയോ അവസാനിക്കുന്നു. റാഫ് ടോക്ക് പോഡ്കാസ്റ്റിൽ കൂടുതൽ വിശേഷങ്ങളുമായി വീണ്ടും എത്താം.